ഓണം ഇങ്ങ് എത്താറായല്ലോ. ഓണപരിപാടികളുമായി TV ചാനലുകൾ കൊഴുക്കുകയാണ്. അപ്പോഴാണ് TVയിൽ തന്നെ അടുത്തിടെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യങ്ങൾ സംഭവിച്ചത്. TVയിലെ ന്യൂസ് ചാനലുകൾ മലയാള സിനിമയെ കൊണ്ട് ആഘോഷിക്കുകയായിരുന്നു. ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു എല്ലാവരും എത്തിയത്. അതുപോലൊരു സംഭവമായിരുന്നു 24ൽ ആങ്കർ പറഞ്ഞ ചില കാര്യങ്ങൾ. ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ചില പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയത്. മോഹൻലാൽ ആരാധകർക്കിടയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. സംഭവമൊന്നുമില്ല, വാർത്താ അവതാരകൻ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. മാസ് ഡയലോഗുകൾക്ക് എപ്പോഴും പേരുകെട്ട അവതാരകനാണ് ഈ വ്യക്തി. എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പലപ്പോഴും അത് ആഘോഷമാക്കിയിട്ടുമുണ്ട്. അന്നേ ദിവസം അദ്ദേഹത്തിന്റെ ഡയലോഗ് ഇങ്ങനെയായിരുന്നു: ഇവന്റെയൊക്കെ സിനിമ മലയാളികൾ കാണില്ലെന്ന് തീരുമാനിച്ചാൽ തീരും ഇവരൊക്കെ, ഏട്ടനും പേട്ടനും ഇക്കയും. അവതാരകൻ 100 ഡിഗ്രിയിൽ ചോര തിളച്ചപ്പോൾ പറഞ്ഞ വാചകങ്ങളാണ് ഇതൊക്കെ. പറഞ്ഞു വന്നത് ഇതേ അവതാരകന്റെ മുതലാളിയുടെ ഫ്ലവേഴ്സ് ചാനലിൽ മോഹൻലാലാണ് ഓണത്തിന് വരുന്നത് ഓണം കളറാക്കാൻ. ഇനി താങ്കൾ പറയൂ, ഓണത്തിന് ഫ്ലവേഴ്സ് ചാനൽ കാണുമോ എന്നത്. ഇങ്ങനെ ഒരു വിരോധാഭാസം ചൂണ്ടിക്കാണിച്ച് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയത് വളരെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആരാധകർക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ കിട്ടാനിരിക്കുകയാണല്ലോ. ഫ്ലവേഴ്സിലാണ് ഫുൾ ടൈം മോഹൻലാൽ എത്താൻ പോകുന്നത് ഈ ഓണത്തിന്. അദ്ദേഹത്തിന് വേണ്ടി വലിയ മാസ് ഇൻട്രൊഡക്ഷനൊക്കെ കാണിച്ച വിധമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ അതേ മുതലാളിയുടെ ന്യൂസ് ചാനലിൽ വന്ന അവതാരകൻ പറഞ്ഞ ഡയലോഗുകൾ ഇപ്പോൾ ശരിക്കും ഒരു അടി കിട്ടിയതുപോലെ ആയില്ലേ എന്നത് ചൂണ്ടിക്കാണിക്കുകയാണ് പ്രേക്ഷകരും. എന്തായാലും ഇതൊരു കൗതുകരമായ കാഴ്ചയായി മാറി സോഷ്യൽ മീഡിയ. സിനിമാ ഗ്രൂപ്പുകളിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിന് പല അഭിപ്രായങ്ങളുമായി പല പ്രേക്ഷകരും എത്തിയിട്ടുണ്ട്. വലിയൊരു ചർച്ച തന്നെ ഇതിന് പുറകെ നടന്നിട്ടുണ്ട്. ഈ സൂപ്പർ താരങ്ങളെയൊക്കെ സൂപ്പർ താരങ്ങളാക്കി മാറ്റിയത് പ്രേക്ഷകരാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് പറയേണ്ട ചില കാര്യങ്ങൾ കൂടി അവർ എടുത്തു പറയുന്നു. ബിലോ ആവറേജ് ചിന്താഗതിയുള്ള പേഴ്സൺമാരാണ് ഞങ്ങളൊക്കെ ടിക്കറ്റ് എടുത്ത് കണ്ടതുകൊണ്ടാണ് നീയൊക്കെ വലിയ സ്റ്റാർ ആയത് എന്ന് പറയുന്നത്. നിങ്ങൾ പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് കണ്ടു എങ്കിൽ അത് നിങ്ങളുടെ ഫാമിലിയുടെയും ഒരു ക്വാളിറ്റി ടൈമായി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ആണ്. സത്യത്തിൽ ആ എമൗണ്ടിന് അതിൻ്റെതായ വാല്യൂ തന്നതുകൊണ്ടാണ് സോ കോൾഡ് സ്റ്റാർസ് പോപ്പുലർ ആയത്. ആരുടെയും കയ്യിൽ നിന്നും പൈസ കുത്തിപ്പിടിച്ച് വാങ്ങി ടിക്കറ്റ് തന്ന് ആരും സിനിമ കാണിച്ചിട്ടില്ല. നിങ്ങൾ സിനിമ കാണുന്നില്ല എന്ന് തീരുമാനം എടുത്താൽ അത് ബാധിക്കുന്നത് നിങ്ങളെ മാത്രമായിരിക്കും എന്നതുകൂടി വ്യക്തമാക്കുന്നുണ്ട് ചില പ്രേക്ഷകർ. കൂടാതെ തന്നെ എന്റർടൈൻമെന്റ് ചാനൽ ആളുകൾ കാണുന്നത് അവർക്ക് ഈ പറഞ്ഞ എന്റർടൈൻമെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് കൊള്ളാവുന്നവരെ കൊണ്ടുവന്ന് പരിപാടി നടത്തും. അവർക്ക് പകരം ന്യൂസ് അവതാരകരെ വെച്ച് പരിപാടി സെറ്റ് ചെയ്താൽ മറ്റേതിന് കിട്ടുന്ന പരസ്യമോ വ്യൂവർഷിപ്പോ ഇതിൽ കിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഈ വെല്ലുവിളി ന്യൂസുകൾക്കിടയിൽ നമ്മൾ കാണുന്ന പരസ്യങ്ങളിൽ അഭിനയിച്ചേക്കുന്നത് കൂടുതലും പോപ്പുലർ സിനിമാ താരങ്ങളാണ്. അവർ അഭിനയിച്ച പരസ്യം കൊണ്ടുള്ള വരുമാനം അതിന് ശമ്പളമായി വേണ്ട. ആ പരസ്യം കാണിക്കുന്ന ചാനലിൽ ഞാൻ ജോലി ചെയ്യില്ല എന്ന് പറയാനുള്ള ആർജവം ഇവർ ആരെങ്കിലും കാണിക്കുമോ എന്ന കാര്യങ്ങൾ കൂടി പ്രേക്ഷകർ ചർച്ചയിൽ വെക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു ഡിബേറ്റ് തന്നെ സോഷ്യൽ മീഡിയയിൽ നടത്തി കഴിഞ്ഞു. എന്തായാലും സംഭവം കളറായിട്ടുണ്ട്.